ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യേ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വീണ്ടും പ്രഘോഷിപ്പാൻ, വീണ്ടും സംസാരിപ്പാൻ, നിങ്ങളുടെ മധ്യേ പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് ലഭിച്ച തന്ന ഈ വലിയൊരു അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു പ്രഭാതകാലം. നാം എല്ലാവരും ഇതുപോലെ കൂടി വരുവാൻ രാവിലെ എഴുന്നേറ്റ് ഈ പ്രദേശത്ത് കടന്നു വന്ന് ഈ പന്തലിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിന്ന് ദൈവത്തിന് വചനം ധ്യാനിപ്പാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വചനത്തിൽ വായിക്കുന്നുണ്ട് അവകാശികളെ പറ്റി. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ മർമ്മം ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണമെന്നുള്ളത് തന്നെ. കേട്ടോ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണമെന്നുള്ളത് തന്നെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരിലേക്ക് ലേഖനത്തിൽ സൂചിപ്പിക്കുകയാണ്, ആ മർമ്മം നിങ്ങൾക്കറിയാം. എന്താണ് ആ മർമ്മം? കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിച്ച് ആശ്രയിച്ച ദൈവജനത്തിൻ്റെ ഏറ്റവും മഹത്തായ പദവി അവർ ക്രിസ്തുവിനോടുകൂടെ സകലത്തിൻ്റെയും അവകാശികളായി എന്നുള്ളതാണ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയ്ക്കായി വിശ്വസിച്ച് ആശ്രയിച്ച ദൈവജനത്തിൻ്റെ ഏറ്റവും മഹത്തായ പദവി എന്ന് പറയുന്നത് അവർ ക്രിസ്തുവിനോടുകൂടെ സകലത്തിൻ്റെയും അവകാശികളാകുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു വിഷയമാണ് അവകാശം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻഹെറിറ്റൻസ്, അവകാശം. അവനിൽ, അതായത് ക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചു എന്നാണ് എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഒരു ഭൗതിക രാജ്യത്തിൻ്റെയും ഒരു ഭൗമിക അനുഗ്രഹങ്ങളുടെയും അവകാശമാണ് ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്തത്. ഇവിടെ വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ നാം അവകാശം പ്രാപിച്ചു. ക്രിസ്തുവിൽ നാം അവകാശം പ്രാപിച്ചു. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. എൻ്റെ അവകാശത്തിൻ്റെയും എൻ്റെ പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എൻ്റെ പ്രിയ ദൈവജനമേ, നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ദൈവം എൻ്റെ അവകാശം, എൻ്റെ അവകാശം, എൻ്റെ പങ്ക് അല്ലെങ്കിൽ എൻ്റെ ഓഹരി യഹോവയാണെന്നുള്ളത്? ആരാണ് നമ്മുടെ പങ്ക്? എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും അത്? എൻ്റെ പങ്ക് യഹോവയാണ്, എൻ്റെ ഓഹരി യഹോവയാണ്, അല്ലെങ്കിൽ പറയാം എൻ്റെ അവകാശം യഹോവയാണ്. അതാണ് ദൈവത്തിൽ എഴുതിച്ചിരിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയാണ് എൻ്റെ ഓഹരി എന്ന് പറയുന്ന ഒരാളുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. അവർ അവങ്കിലേക്ക് നോക്കും. അതാണ് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 23-ല്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകിയില്ല. യഹോവ നമ്മുടെ ഇടയനായിരുന്നാൽ യാതൊരു മുട്ടും നമുക്ക് സംഭവിക്കുകയില്ല. നാം ദൈവത്തിൽ ആശ്രയിക്കും. ആ സങ്കീർത്തനം 118 പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതല്ലത്. എത്ര പേർക്ക് പറയാൻ സാധിക്കും? എൻ്റെ ആശ്രയം യഹോവയിലാണ്, ഞാൻ മനുഷ്യരല്ല ആശ്രയിക്കുന്നത് എന്നെത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ സാധിക്കും? എൻ്റെ ആശ്രയം യഹോവയിലാണ്. പ്രിയ മക്കളെ, നിങ്ങളുടെ ആശ്രയം നിങ്ങൾ യഹോവയിൽ വെക്കുക. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ വഴി നടത്തും. നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും. യഹോവയാണ് എൻ്റെ പങ്കെന്ന് പറയണം. യഹോവയാണ് എൻ്റെ അവകാശം എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു.
അങ്ങനെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ സാധിക്കും? നാം ദൈവദിനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അനേക ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. നാം എന്തിൻ്റെയൊക്കെ അവകാശികളാണ്. നാം വചനം പറയുന്നു, നാം രക്ഷയുടെ അവകാശികൾ. നാം രക്ഷയുടെ അവകാശികൾ, ദ heirs ഓഫ് സാൽവേഷൻ. അതിന് കാരണം നാം നിത്യജീവന്റെ അവകാശികൾ. നിത്യജീവന്റെ അവകാശികളായ നാം വിശ്വാസത്താൽ നീതിക്ക് അവകാശിയായി തീർന്ന നോഹ, വാഗ്ദത്തത്തിന്റെ അവകാശികൾ, ദ heirs ഓഫ് പ്രോമിസ്. അബ്രഹാം ദീർഘക്ഷമയോടുകൂടി കാത്തിരുന്നപ്പോൾ അവൻ വാഗ്ദത്തത്തിന്റെ അവകാശിയായി തീർന്നു. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം എന്താണ്? അവിടെ എഴുതിയിരുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6:14 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വാഗ്ദാനം എന്ന് പറയുന്നത് അനുഗ്രഹിക്കുക മാത്രമല്ല, യഹോവ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഐ വിൽ മൾട്ടിപ്ലൈ യു. എത്ര പേർ വിശ്വസിക്കാൻ പറ്റും? അവൻ ആ വാഗ്ദത്ത വചനത്തിന് വേണ്ടി ദീർഘക്ഷമയോടുകൂടി കാത്തിരുന്നു. ഇന്ന് ഈ 2025 എത്ര പേർക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾക്ക് വേണ്ടി ദീർഘക്ഷമയോടെ ഇരിക്കുവാൻ സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? നാം ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയാമോ? ദീർഘക്ഷമ, പേഷ്യൻസ്. അതാണ് heirs ഓഫ് പ്രോമിസ് എന്ന് പറയുന്നത്. അതിനുശേഷം നാം കാണുന്നുണ്ട്, നാം ലോകാവകാശികൾ, the heirs of world എന്ന് പറയുമ്പോൾ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാന്മാർ ഭൂമിയെ കൈവശമാക്കി എന്നേക്കും അതിൽ വസിക്കും. പിന്നെ വായിക്കുന്നുണ്ട്, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. പിന്നെ വായിക്കുന്നുണ്ട്, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം. എന്നാൽ ഭൂമി അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അവൻ നിന്നെ ഉയർത്തും. യഹോവ നമ്മെ ഉയർത്തും. അവൻ നിന്നെ തക്ക സമയത്ത് അവന്റെ കൈക്കീഴിൽ താണിരിക്കുമ്പോൾ അവൻ നിന്നെ ഉയർത്തും. യഹോവ നമ്മുടെ പങ്ക്, യഹോവ നമ്മുടെ അവകാശം. അതിനുശേഷം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ അവകാശികൾ, ദ heirs ഓഫ് ഗോഡ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. സകലത്തിന്റെയും സൃഷ്ടാവും ഉടമസ്ഥനുമാണ് ദൈവം. മുഖപക്ഷമില്ലാത്ത ദൈവം സകല മനുഷ്യർക്കും യഥാവസാനം ആവശ്യം നൽകുകയാണ്. ആവശ്യമുള്ളതെല്ലാം നൽകുന്ന നമ്മുടെ യഹോവ നമ്മുടെ അവകാശം. ആ ദൈവം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലമുണ്ട്. നാം അതിൽ വിശ്വസിക്കാം. തേജസ്സിന്റെ അവകാശം. പൗലോസിന് പ്രത്യക്ഷനായ കർത്താവ് പറയുകയാണ്, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം അത് എന്തുമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് അത് ഉൾക്കൊള്ളുന്നത്. നാം ദൈവത്തിന്റെ അവകാശികളാണെന്നതിനേക്കാൾ വലിയ സത്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ അവകാശമാകുന്നു. ദൈവം നമ്മുടെ അവകാശമാകുന്നു. അതിലുപരി വിശുദ്ധന്മാർ ദൈവത്തിന്റെ അവകാശമാകുന്നു എന്നുള്ള സത്യം. വിശുദ്ധന്മാർ ദൈവത്തിന്റെ അവകാശികൾ എന്നുള്ള സത്യം. നമ്മിൽ ദൈവത്തിന്റെ അവകാശം നാം അനുവദിക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മിൽ ദൈവത്തിന്റെ അവകാശം നാം അനുവദിക്കുന്നുവോ എന്നിന്ന് പകൽക്കാലം ഓരോരുത്തരും ചിന്തിക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 3-6 പറഞ്ഞത്. അതോ ആ മർമ്മം എന്തായിരുന്നു? ആ മർമ്മം ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. എത്ര വലിയ ഭാഗ്യപദവി എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. അല്പസമയം നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ദൈവജനത്തിനായി സ്തോത്രം. അവകാശികൾ, ഇത് ഇൻഹെറിറ്റൻസ്, ആ വിഷയത്തെപ്പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായത്തിനായി സ്തോത്രം. അങ്ങാണ് ഞങ്ങളുടെ അവകാശം, യഹോവ ഞങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് മുന്നോട്ട് ജീവിപ്പാൻ എല്ലാവരെയും അങ്ങ് ഒരുക്കിയെടുക്കണമേ. അങ്ങയുടെ കൃപ
അങ്ങയുടെ കരുണ ഞങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക്. നന്ദിയോടെ നാമത്തെ വാഴ്ത്തുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.